ദൈവനാമത്തിന് സ്തോത്രം. സ്വർഗം മിഥ്യയാണോ എന്നുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. സ്വർഗത്തെ ദ്രോഹിക്കുന്നവന് പ്രാർത്ഥിക്കാൻ ആരുമില്ല എന്ന് തത്വജ്ഞാനിയായ കൺഫ്യൂഷ്യസ് ഒരിക്കൽ പറയുകയുണ്ടായി. സ്വർഗം എത്ര പ്രാധാന്യമുള്ളതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് എന്ന് മനസ്സിലാക്കുന്ന വീഡിയോയുടെ ഭാഗങ്ങളാണ് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ തുടർ ചർച്ചയാണ് നടക്കുന്നത്. പാസ്റ്റർ, ഇന്ന് മരിക്കുന്ന വിശുദ്ധർ എങ്ങോട്ടാണ് യഥാർത്ഥത്തിൽ പോകുന്നത്? ബൈബിൾ അതിനെന്താണ് ഒരു മറുപടി പറയുന്നത്? ഇന്നത്തെ ചോദ്യം വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. ഇന്ന് മരിക്കുന്ന വിശുദ്ധന്മാർ എവിടേക്ക് പോകുന്നു? ഇന്ന് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ യുഗത്തിൽ എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വേദപുസ്തകം നിയമങ്ങളുടെ അടിസ്ഥാനത്തിലും ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ രീതിയുടെ അടിസ്ഥാനത്തിലും പല യുഗങ്ങളായിട്ടാണ് തിരിക്കാറുള്ളത്. ഇപ്പോഴത്തെ യുഗത്തെ വേദപുസ്തകാനുസൃതമായി സഭായുഗം എന്നാണ് വിളിക്കുക. അതായത് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം ഇതുവരെയുള്ള ഈ കാലയളവിനെയാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവിൻ്റെ രഹസ്യ വരവ് വരെ ഈ കാലയളവിൽ മരിച്ചു പോകുന്ന വിശുദ്ധന്മാർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പൗലോസ് തന്റെ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ കാണുന്നത്. ഒന്ന്, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങളാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്കേറെ കാംക്ഷയുണ്ട്. അവിടെ ശരീരം വിടുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഈ കാലയളവിൽ മരിക്കുന്ന ഒരു വിശുദ്ധൻ ശരീരം വിട്ടാൽ അയാളുടെ ആത്മാവും പ്രാണനും നേരെ ചെല്ലുന്നത് സ്വർഗത്തിലാണ്, കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്കാണ്. അതുപോലെ തന്നെയാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം. അവിടെ ഞാൻ ശരീരം വിട്ടാലും ശരീരത്തിൽ ഇരുന്നാലും എന്ന 2 പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ജീവിച്ചിരുന്നാലും മരിച്ചാലും എന്നാണ് അർത്ഥം. അപ്പൊ അവിടെ എല്ലാം പറയുന്നത് ശരീരം വിട്ടാൽ അയാൾ ക്രിസ്തുവിനോട് കൂടെയാണ്. അതായത് സഭായുഗത്തിൽ മരിച്ചു പോകുന്ന ഒരു വിശുദ്ധന്റെ ആത്മാവും ദേഹിയും ആ മൊമെന്റിൽ തന്നെ കർത്താവിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത്. പുനരുദ്ധാനത്തിൻ്റെ നാൾ വരെ ആ വ്യക്തി കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ ആയിരിക്കുകയും ചെയ്യും. ഓക്കെ പാസ്റ്റർ, കഴിഞ്ഞ വീഡിയോ നമ്മൾ സംപ്രേഷണം ചെയ്ത സമയത്ത് തന്നെ ഒരു വ്യക്തി നമ്മളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചോദിച്ച ഒരു കാര്യം ഇതാണ്. 3 സ്വർഗങ്ങളെ പറ്റി പറഞ്ഞല്ലോ. ഈ 3 സ്വർഗങ്ങളിൽ എന്തെല്ലാമാണ് ഉള്ളത് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ടോ? അത് എവിടെയാണ് ഉള്ളത് എന്നൊരു സംശയം ചോദിച്ചു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പാസ്റ്ററിന് പറയാനുണ്ടോ? തീർച്ചയായും. ബൈബിളിൽ 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്ന് നമ്മൾ കാണുന്നത് സ്വർഗം, സ്വർഗാതിസ്വർഗം,
സ്വർഗാതി സ്വർഗത്തിന്മീതെ, ഇങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. സ്വർഗം എന്ന വാക്കുണ്ട്, സ്വർഗാതി സ്വർഗം എന്ന വാക്കുണ്ട്, സ്വർഗാതി സ്വർഗത്തിന്മീതെ എന്ന വാക്കുമുണ്ട്. ഈ സ്വർഗാതി സ്വർഗത്തിന്മീതെയാണ് കർത്താവ് പിതാവിന്റെ അടുക്കിലേക്ക് പോയിരിക്കുന്നത്. ദൈവം ഇരിക്കുന്ന ഇടം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പിതാവായ ദൈവമുണ്ട്, പുത്രനായ യേശുക്രിസ്തു ഉണ്ട്, നിദ്ര പ്രാപിച്ച പുതിയ വിശുദ്ധന്മാരുടെ ആത്മാക്കളുണ്ട്, സ്വർഗത്തിൽ കുതിരകളുണ്ട്, സ്വർഗത്തിൽ തേരുകളുണ്ട്, അനേകായിരം ദൂതന്മാരുടെ സൈന്യമുണ്ട്. ഇതെല്ലാം സ്വർഗത്തിലുണ്ട്. സ്വർഗം അക്ഷരികമായ ഒരു സ്ഥലം തന്നെയാണ്. അതൊരു ആത്മീക അനുഭവത്തെയോ അല്ലെങ്കിൽ ഒരു സങ്കല്പത്തെയോ അല്ല കാണിക്കുന്നത്. കാരണം യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പൊ ഈ പറയുന്നതെല്ലാം അവിടെയുണ്ട്. ദൂതന്മാരുടെ വലിയ സംഘമുണ്ട്, സ്വർഗം, അതുപോലെ തന്നെ അക്ഷരികമായ കുതിരകളുണ്ട്, തേരുകളുണ്ട്. അപ്പൊ ഇതെല്ലാം സ്വർഗീയമായവ എന്നാണ് നമ്മൾ പറയുക. ഭൗതികമോ ഭൗമികമോ ആയ വസ്തുക്കളല്ല, ഇതെല്ലാം സ്വർഗീയമായതാണ്. ഏലിയാവുമായുള്ള ബന്ധത്തിൽ നമ്മൾ അഗ്നി അശ്വങ്ങളും അഗ്നി തേരുകളും കാണുന്നുണ്ട്. എലീശയുടെ ചരിത്രത്തിൽ അഗ്നിമയമായ രഥങ്ങൾ പർവ്വതത്തെ ചുറ്റിയതായി നമ്മൾ കാണുന്നുണ്ട്. മാലാഖമാരുടെ വലിയ നിര എവിടെയുണ്ട്. ദാനിയേൽ 7-ാം അധ്യായം അനുസരിച്ച് സ്വർഗത്തിലെ മഹാസൈന്യം ജാഗരൂകരായി എവിടെയുണ്ട്. പിന്നെ നിത്യനായ ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും അവിടെയുണ്ട്. അതാണ് സ്വർഗത്തിന്റെ പ്രത്യേകതകൾ. ഈ വിധത്തിലുള്ളവ അവിടെ ഉണ്ട് എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. ഓക്കെ, അതിനോടനുബന്ധിച്ചൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ മേലത്തെ പാതാളത്തിൽ ആരെങ്കിലും ഉണ്ടോ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. തീർച്ചയായും. മേലത്തെ പാതാളം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഭാഷയിൽ അബ്രഹാമിന്റെ മടിയാണ്. ഈ അപ്പർ ഷിയോൾ, ഷിയോൾ എന്നാണ് യഹൂദന്മാരതിനെ വിളിക്കുന്നത്. അതിന് 2 മണ്ഡലങ്ങളാണുള്ളത്. ഒന്ന് അപ്പർ ഷിയോൾ, 2 ലോവസ്റ്റ് ഷിയോൾ, അധമ പാതാളം എന്ന് മലയാളം. മേലത്തെ പാതാളത്തിൽ പോയിക്കൊണ്ടിരുന്നത് ക്രിസ്തുവിന്റെ ഉയർപ്പിന് മുമ്പ് മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ആത്മാക്കളാണ്. അതായത് പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ. അതിനെ യഹൂദന്മാർ വിളിച്ചിരുന്ന പേരാണ് അബ്രഹാമിന്റെ മടി. തിരുവെഴുത്തനുസരിച്ച് നമ്മുടെ കർത്താവ് മരിച്ച ഉടനെ, ക്രൂശിൽ വെച്ച് പ്രാണനെ വിട്ട ഉടനെ നേരെ പോയത് ഈ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലുള്ള ഈ മേലത്തെ പാതാളത്തിലേക്കാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന് 8 മുതൽ 10 വരെ വാക്യങ്ങൾ, അവൻ കയറി എന്നതിനാൽ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നും വരുന്നില്ലയോ. അപ്പൊ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലാണ് മേലത്തെ പാതാളം. കർത്താവ് കുരിശിൽ പ്രാണനെ വിട്ടു കഴിഞ്ഞപ്പോൾ നേരെ പോയത് മേലത്തെ പാതാളത്തിലേക്കാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ ഭക്തന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി. ആരാണ് ഈ ഭക്തന്മാർ? പഴയ ഭക്തന്മാരാണ്.
അബ്രഹാമിന്റെ മുടിയിൽ അല്ലെങ്കിൽ മേലത്തെ പാതാളത്തിൽ ഉണ്ടായിരുന്ന യേശുവിന്റെ ഉയർപ്പിന് മുമ്പ് വരെ നിദ്ര പ്രാപിച്ച പഴയ നിയമവിശുദ്ധന്മാരുടെ ആത്മാക്കളെ ഈ മേലത്തെ പാതാളത്തിൽ നിന്നും സ്വതന്ത്രമാക്കി അവരെയും കൊണ്ടാണ് യേശു തൻ്റെ അദൃശ്യ സ്വർഗാരോഹണം നടത്തിയത്. സ്വർഗാരോഹണത്തിന് 2 പതനങ്ങളുണ്ട്. ഒന്ന് അദൃശ്യ സ്വർഗാരോഹണം, 2 ഒലിവ് മലയിൽ നിന്നുള്ള ദൃശ്യ സ്വർഗാരോഹണമാണ്. കാരണം അദൃശ്യ സ്വർഗാരോഹണം ആരും കണ്ടില്ല, ദൃശ്യ സ്വർഗാരോഹണം ശിഷ്യന്മാർ കണ്ടു. അപ്പൊ ആ ഒന്നാമത്തെ സ്വർഗാരോഹണത്തിൽ ഈ പഴയ വിശുദ്ധന്മാരെ മുഴുവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് ഇപ്പോൾ മേലത്തെ പാതാളത്തിൽ ആരുമില്ല, അത് ശൂന്യമായി കിടക്കുകയാണ്. ഓക്കെ, സാത്താന് ഈ 3 തലങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ഇതിനു മുമ്പ്, ഈ 3 തലങ്ങളിലും പ്രവേശിക്കാനാകുമോ? എന്നാണ് സാത്താൻ പുറത്താക്കപ്പെടുന്നത്? ഇതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും സാത്താന് ഈ 3 മണ്ഡലങ്ങളിലും പ്രവേശിക്കാം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇയ്യോബിന്റെ പുസ്തകത്തിൽ സാത്താൻ സ്വർഗത്തിലെ യഹോവയുടെ സന്നിധിയിൽ ചെന്നതായി പറയുന്നു. അവനോട് ചെല്ലുന്നു, സഹോദരന്മാരായ വിശുദ്ധന്മാരെ കുറിച്ച് കുറ്റങ്ങൾ ആരോപിക്കുന്നു. അവിടെ അവനെ ചെല്ലാനും കാര്യങ്ങൾ പറയാനും ഒക്കെ അനുവാദം ഇപ്പോഴുണ്ട്. സ്വർഗമണ്ഡലങ്ങളിൽ എവിടെ വേണമെങ്കിലും സാത്താന് കയറി ചെല്ലാം. എന്നാൽ ഈ സാത്താനെ മഹാപീഡനകാലത്തിന്റെ മധ്യത്തിൽ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനാക്കും, അവനെ പുറത്താക്കും. പിന്നീട് അവൻ നേരെ ഭൂമിയിലേക്ക് വരികയും അന്ന് ഭരണം നടത്തുന്ന ആന്റി ക്രൈസ്റ്റിന്റെ മേൽ ആവസിക്കുകയും 1000 ആണ്ട് വാഴ്ചയുടെ തുടക്കത്തിൽ 1000 കൊല്ലത്തേക്ക് ചങ്ങലയിടുകയും 1000 ആണ്ട് വാഴ്ചയുടെ ഒടുവിൽ ഗന്ധകത്തി തടാകത്തിലേക്ക് സാത്താനെ തള്ളിക്കളയുകയും ചെയ്യും. അപ്പൊ മഹാപീഡനത്തിന്റെ മധ്യത്തിൽ വരെ സാത്താന് എവിടെ വേണം പോകാൻ അനുമതിയുണ്ട്. അവൻ പോവുകയും ചെയ്യും. അത് സ്വർഗമണ്ഡലങ്ങളിൽ എവിടെ വേണമെങ്കിലും അവന് വിഹരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം അനുവദിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. വളരെ പ്രാചീനമായി നമ്മൾ പണ്ട് കാലത്ത് പൂർവികന്മാരാൽ ചിത്രീകരിക്കപ്പെട്ട ഒരു ഭാഗമുണ്ട്. പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ നിത്യവാസം സ്വർഗത്തിലാണ് എന്നുള്ളൊരു ധാരണയുണ്ട്. ചോദ്യം ഇതാണ്: വിശുദ്ധന്മാരുടെ നിത്യവാസം സ്വർഗത്തിലാണോ? വിശുദ്ധന്മാരുടെ പ്രത്യാശ യഥാർത്ഥത്തിൽ സ്വർഗമാണോ അതോ പുതിയ ഭൂമിയാണോ? ഇതൊന്ന് വിശദീകരിക്കാം. തീർച്ചയായും വിശുദ്ധന്മാരുടെ നിത്യവാസം സ്വർഗത്തിലല്ല. സ്വർഗത്തിൽ വിശുദ്ധന്മാർ പോകും, പക്ഷെ അത് നിത്യവാസമല്ല. നിത്യവാസം ബൈബിൾ അനുസരിച്ച് പുതിയ ഭൂമിയിലാണ്. 2 പത്രോസ് 3:13 സഭയുടെ പ്രത്യാശ എന്താണെന്ന് പത്രോസ് പറയുന്നുണ്ട്. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. സഭ എടുക്കപ്പെടുമ്പോൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. ഏതാണ്ട് 7 കൊല്ലം സഭ സ്വർഗത്തിലായിരിക്കും. അവിടെ വിശുദ്ധന്മാരുടെ ന്യായവിധി നടക്കും. അതിനുശേഷം പ്രതിഫല വിഭജനം നടക്കും. 1000 ആണ്ട് വാഴ്ചയുടെ തുടക്കത്തിൽ ഭൂമിയിലേക്ക് തിരികെ വരും. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് ഇപ്പോഴത്തെ ഭൂമിയെ ദൈവം
ദഹിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നിലവിൽ വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ എന്നേക്കുമായി വസിക്കുക. നിത്യരാജത്വം, എന്നേക്കുമുള്ള രാജത്വം എന്നൊക്കെയാണ് ബൈബിൾ അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ആ എവർലാസ്റ്റിംഗ് കിങ്ഡം എന്ന് പറയുന്ന മശികൈക ഭരണത്തിൽപ്പെട്ട പുതിയ ഭൂമിയിലാണ് വിശുദ്ധന്മാർ നിത്യത മുഴുവൻ പാർക്കാൻ പോകുന്നത്, സ്വർഗത്തിലല്ല. അതിനൊരുപാട് വിശദീകരിക്കേണ്ടി വരും. കാരണം പുതിയ ഭൂമിയിൽ വാഴ്ച, ഭരണമുണ്ട്. സ്വർഗത്തിലല്ല ഭരണം. നമ്മൾ എന്നേക്കും രാജാക്കന്മാരാണ്. അപ്പൊ വേദപുസ്തകം അനുസരിച്ച് സ്വർഗമല്ല നമ്മുടെ നിത്യവാസത്തിന്റെ സ്ഥലം, പുതിയ ഭൂമിയാണ്. അവിടെയാണ് നമ്മൾ നിത്യത മുഴുവൻ ചെലവഴിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. നമ്മൾ ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. യഥാർത്ഥത്തിൽ ചിലർക്കെങ്കിലും ചില വിഷയങ്ങളിൽ ഡൗട്ട് ഉണ്ടായിരുന്നതൊക്കെയും ഈ വീഡിയോയിലൂടെ അത് നമുക്കത് ക്ലിയർ ചെയ്യുവാൻ സാധിച്ചു എന്ന് തന്നെ തരികയാണ്. വളരെ നന്നായി എക്സ്പ്ലനേഷൻ പാസ്റ്റർ തന്നതിന് വളരെ നന്ദിയുണ്ട്. അതോടൊപ്പം നമ്മുടെ പ്രത്യാശ പുതിയ ഭൂമിയിലാണ് എന്ന ആ വാക്യം നമ്മൾ കേട്ടു. അതും എല്ലാം നമ്മളെ ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് എത്തിക്കുകയാണ്. ഇത് കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു, പാസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. Okay, thank you. God bless you.